നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം നൽകിയ നടപടിയിൽ പോലീസിന്റെ അസാധാരണ നീക്കം. ജാമ്യം അനുവദിച്ച കോടതിയിൽ തന്നെ ഉത്തരവ് റദ്ദ് ചെയ്യാൻ പോലീസ് ഹർജി നൽകി. ഹർജിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കും. ഇഡി ഉദ്യോഗസ്ഥർക്കും കേസിൽ കക്ഷി ചേരാൻ കോടതിയുടെ അനുവാദം. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗ് പ്രവേശന യോഗ്യത നേടിയത് 79,717 വിദ്യാർത്ഥികൾ. അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവിന് 1ാം റാങ്ക്. CBSE ഫലപ്രഖ്യാപനത്തിലെ അനിശ്ചിതത്വം കാരണമാണ് കീം ഫലപ്രഖ്യാപനം വൈകിയതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇറാനിൽ വീണ്ടും അമേരിക്കയുടെ വ്യോമാക്രമണം. ശക്തമായ ആക്രമണം ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ. ഹോർമുസിലെ കപ്പലാക്രമണത്തിൽ തിരിച്ചടിയെന്ന് അമേരിക്ക. 3 ദിവസത്തെ സന്ദർശനത്തിന് നരേന്ദ്രമോദി കിഴക്കൻ ആഫ്രിക്കൻ ദ്വീപ് സമൂഹമായ സെയ്ഷൽസിലെത്തി. സെയ്ഷൽസ് ദേശീയദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥി. ഇന്ത്യൻ സേനകളുടെ സംഘങ്ങളും ആഘോഷത്തിൽ പങ്കാളികളാകും. ദേശീയ അസംബ്ലിയിലും മോദി സംസാരിക്കും. സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അപ്രതീക്ഷിത വിയോഗം. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ 25 സിനിമകൾ സംവിധാനം ചെയ്തു. 75ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. വിടവാങ്ങിയത് മധ്യവർഗ കുടുംബ ചിത്രങ്ങളിലൂടെ ജനമനസ്സിൽ ഇടം നേടിയ ചലച്ചിത്രകാരൻ. അങ്കണവാടികൾക്ക് പുതിയ മാനദണ്ഡം രൂപീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടികളിലേക്ക് പുറത്തുനിന്നും ആളുകളെ കയറ്റിവിടുന്നതിന് കർശന നിയന്ത്രണം. നടപടി കൊച്ചിയിലെ അങ്കണവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിന് പിന്നാലെ. പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. ആലപ്പുഴ നൂറനാട് സ്വദേശി പങ്കജാക്ഷന്റെ മരണം ആശുപത്രിയുടെ അനാസ്ഥ കാരണമെന്ന് കുടുംബം. ECG എക്കോ പരിശോധനാ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ കണ്ടിട്ടും രോഗിയെ TMT പരിശോധനയ്ക്ക് വിധേയനാക്കിയെന്ന് ആരോപണം. കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. ശബരിമല സ്വർണ്ണപ്പാളികൾക്ക് പുറമെ ഏറ്റുമാനൂർ ഏഴരപ്പൊന്നാനയിലും പരിശോധന. ഏഴരപ്പൊന്നാനയിലെ സ്വർണ്ണത്തിന് മാറ്റ് കുറഞ്ഞോ എന്ന് പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. അറ്റകുറ്റപ്പണിക്കിടെ സ്വർണം മാറ്റിയോ എന്ന് സംശയം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിങ്കളാഴ്ച ചേരുന്ന കൗൺസിൽ യോഗം അതീവ നിർണായകം. UDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതിൽ CPM സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കും. കൗൺസിലർ സുഗതന് ജാമ്യത്തിൽ ഇളവ് ലഭിച്ചില്ലെങ്കിൽ പരമാവധി അംഗങ്ങൾ യോഗത്തിൽ വിട്ടുനിന്ന് അവിശ്വാസ പ്രമേയ നീക്കത്തെ നേരിടാൻ BJP നീക്കം. ISROയുടെ ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ലുകൂടി. ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണത്തിലെ നിർണായക വഴിത്തിരിവായി സെമി ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻ പവർ ഹെഡ് വിജയകരമായി പരീക്ഷിച്ചു. പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് ലക്ഷ്യമിട്ട 88% കരുത്തിൽ. പുതിയ സംവിധാനം വികസിപ്പിക്കുന്നത് ഇന്ത്യയുടെ കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ LVM-3ക്ക് വേണ്ടി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.